ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ആത്മജ്ഞാനത്തിന് വിരോധമായിരിക്കുന്നത് സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന ത്രിഗുണങ്ങളാണ്. ഈ ത്രിഗുണങ്ങളെ മാറ്റിയാൽ മാത്രമേ നമുക്ക് താൻ ആരാണെന്നും തൻ്റെ സ്വരൂപം എന്താണ് എന്നും വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ആ ആത്മജ്ഞാനത്തിന് വിരോധിയായിരിക്കുന്ന അവ എന്താണ് എന്നും അവയെ അകറ്റുന്നത് എങ്ങനെയെന്നും പറയുകയാണ്. ജ്ഞാനവിരോധി ത്രിഗുണാത്മകമജ്ഞാനമനാദി സ്വരൂപം ജീവനിലാവരണം ചെയ്താത്മ പ്രകൃതിയതാകമറയ്ക്കും. ഇതാണ് അതിൻ്റെ സ്വഭാവം. നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മറയ്ക്കുന്നത് ഈ ത്രിഗുണങ്ങളാണ്. നമ്മുടെ മനസ്സ് മുഴുവൻ ഈ 3 ഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവ. അതിനാൽ ഇവ 3നെയും അകറ്റിയാൽ മാത്രമേ, അതുകൊണ്ട് 3നെയും അകറ്റുന്നത് എങ്ങനെ? രജോ ഗുണത്തെയും തമോ ഗുണത്തെയും സത്വം കൊണ്ട് ഇല്ലാതെയാക്കണം. സത്വഗുണം വളരുമ്പോൾ രജോ ഗുണവും തമോ ഗുണവും ക്ഷയിക്കും. രജോ ഗുണം വളരുമ്പോൾ തമോ ഗുണവും സത്വഗുണവും ക്ഷയിക്കും. അതുപോലെ തമോ ഗുണമാണ് വളരുന്നതെങ്കിൽ അപ്പോൾ രജോ ഗുണവും സത്വഗുണവും ക്ഷയിക്കും. മനസ്സിലെപ്പോഴും ഈ 3 ഗുണങ്ങളുണ്ടാവും. അവയുടെ ഏറ്റക്കുറച്ചിൽ മാത്രമാണ് പ്രശ്നമായിരിക്കുന്നത്. സമാധാനത്തെ പ്രദാനം ചെയ്യുന്നതാണ് സത്വഗുണം. നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നതും ഈ സത്വഗുണമാണ്. ആ സത്വഗുണത്തെ വളർത്തുന്ന വിധത്തിലുള്ള ആഹാരാദികളും നാം വിഹരിക്കുന്ന സ്ഥലങ്ങളും അതുപോലെ നമ്മുടെ പ്രകൃതവും എല്ലാം ശാന്തമാകുന്ന വിധത്തിൽ മാറുമ്പോൾ നമ്മുടെ മനസ്സിൽ സത്വഗുണം വളരും. എല്ലാത്തിനെയും ഏകമായി കാണുന്നത് സത്വഗുണവും വേറെ വേറെയായി കാണുന്നത് രജോ ഗുണവും വേറെ വേറെ ആയതിനെ തന്നെ വ്യത്യസ്തമായി ഉയർന്നതും താഴ്ന്നതും വേണ്ടതും വേണ്ടാത്തതുമായി വേർതിരിക്കുന്നത് തമോ ഗുണമാണ്. ഇപ്രകാരം ഈ ജഗത് പദാർത്ഥങ്ങളെ എല്ലാം ഇങ്ങനെ പലതായി കണ്ട് നമ്മെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്ന് മുക്തി വേണമെങ്കിൽ നാം സത്വഗുണം വളർത്തണം. ആസ്തിക്യ ബുദ്ധി, ശാന്തത, അതുപോലെ സദ്ഗുണ സമ്പന്നത, സ്നേഹം, ദയ, കാരുണ്യം, പരോപകാരം തുടങ്ങിയ നല്ല ഗുണങ്ങളെല്ലാം സത്വഗുണത്തിൻ്റെ പ്രതീകങ്ങളാണ്. സത്വഗുണം വളരുമ്പോൾ മാത്രമേ ഈ നല്ല ഗുണങ്ങൾ നമ്മളിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് ജ്ഞാനവിരോധി ത്രിഗുണാത്മകമജ്ഞാനം അനാദിസ്വരൂപം. അജ്ഞാനം എന്നത് ആദ്യമോ അവസാനമോ ഇല്ലാത്തതാണ്. ഇതെന്നുണ്ടായി എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. എന്നാണ് അവസാനിക്കുന്നത് എന്നും അറിയുകയില്ല. അതിനാൽ ഇത് ആദ്യവും അവസാനവുമില്ലാത്ത അനാദിസ്വരൂപം എന്ന് പറയുന്നു. അതുകൊണ്ട് ജ്ഞാനവിരോധി, ജ്ഞാനത്തിന് വിരോധിയായിരിക്കുന്നത് ത്രിഗുണാത്മകമജ്ഞാനം. ആ ത്രിഗുണങ്ങൾ നിറഞ്ഞതാണ് അജ്ഞാനം. അനാദിസ്വരൂപം, അതിൽ ആദ്യവും അവസാനവും ഇല്ലാത്തതാണ്. എന്നിട്ടോ ജീവനിലാവരണം ചെയ്താത്മപ്രകൃതിയതാകമറയ്ക്കും. ജീവനെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മറന്ന് താൻ ഈ ദേഹമാണെന്നും ഈ ദേഹസംബന്ധിയായ സകലതും എൻ്റേതാണ് എന്നെല്ലാം നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ ജീവനെ ഈ അജ്ഞാനം കയറിക്കൂടിയതുകൊണ്ടാണ്. അതിനാൽ നിരന്തരം നമ്മൾ ആത്മവിചാരത്തിലൂടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് സത്വഗുണം വളർത്തി ആ സത്വഗുണത്തിലൂടെ ആത്മഭാവത്തിലേക്ക് ഉയരേണ്ടതാണ്. അതിനാൽ ജ്ഞാനവിരോധി ത്രിഗുണാത്മകമജ്ഞാനമനാദി സ്വരൂപം ജീവനിൽ ആവരണം ചെയ്താത്മാ പ്രകൃതിയതാകമറയ്ക്കും.